ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പ്രിമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകൾക്കെല്ലാം സംരക്ഷണം ഏർപ്പെടുത്താൻ അമേരിക്കൻ കപ്പൽ എസ്കോർട്ട് ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മറ്റൊരു കപ്പലിന് കൂടെ നേരെ ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത അയലൻ അൽ ഹർത്തുസൗരി അൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പുറത്തുവിടുന്ന വാർത്ത ശനിയാഴ്ച ഇസ്തിഗ്ദാഫ് നാഖിലത്തിൻ നഫ്തി പ്രിമ എന്നറിയപ്പെടുന്ന ഒരു ഓയിൽ ടാങ്കറിന് നേരെയാണ് ഹുർമുസ് സ്ട്രൈറ്റ് ഓഫ് ഹുർമുസിൽ വെച്ച് ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ഈ വഴി കപ്പലുകൾ പോകാൻ പാടില്ല എന്നുള്ള സന്ദേശം അത് മുഖവിലക്കെടുക്കാതെ പോയതായിരുന്നു കപ്പലിനെ ആക്രമിക്കാൻ കാരണം. يومها الثامن بعد أن شنت الولايات المتحدة وإسرائيل ضربات عسكرية مشتركة ضد إيران. ഇറാനെതിരെ ഇസ്രായേൽ അമേരിക്ക ജോയിന്റ് അറ്റാക്ക് നടന്ന് 8ാമത്തെ ദിവസമാണ് മിഡിൽ ഈസ്റ്റിൽ ഹോർമുസ് കടലിടുക്കിൽ ഈ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നത്. അതോടൊപ്പം റവല്യൂഷണറി ഗാർഡ് മറ്റൊരു ആക്രമണത്തെ കുറിച്ച് കൂടെ പരാമർശിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണ ഡ്രോണായ ഹെർമിസ് 900 തകർത്തതായി അവർ അവകാശപ്പെടുന്നു. അതുപോലെ ഇസ്രായേലിന്റെ മറ്റൊരു ഡ്രോണായ ഓർബിറ്ററും ആക്രമിച്ച് വെടിവെച്ച് വീഴ്ത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നു. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത് ഇറാൻ എയർ ഡിഫൻസ് ഹാവ് ഷൂട്ട് ഡൗൺ ആൻ അമേരിക്കൻ MQ-9 റീപ്പർ ഡ്രോൺ ഓവർ ദി കോസ്റ്റ് ഓഫ് ഹോർമുസ്ഗാൻ എന്നറിയപ്പെടുന്ന തീരത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു MQ-9 റീപ്പർ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഡ്രോണിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് സാധാരണ ഡ്രോൺ അല്ല, ഏകദേശം $30 മില്യണോളം വില വരുന്ന ഡ്രോണാണിത്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഇപ്പോഴും ശക്തമായ ചർച്ച നടക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് തന്നെയാണ്. പ്രതിരോധ സംവിധാനങ്ങൾ നേരത്തെ താഡിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്റർസെപ്റ്റർ മിസൈലുകളായ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിന് ഉപയോഗിക്കുന്ന പാട്രിയറ്റ് സിസ്റ്റവും വലിയ രൂപത്തിലുള്ള നാശത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ പറയുന്നത് ഏകദേശം മാർച്ച് 5 വരെ എത്തുമ്പോഴേക്ക് അമേരിക്കൻ സൈന്യം പാട്രിയറ്റ് 800-ലധികം പാട്രിയറ്റ് മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ്. ഇത് അമേരിക്കക്ക് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം വലിയ ചെറുതല്ല. ഏകദേശം ഇപ്പോൾ പറഞ്ഞ 2.4 ബില്യൺ വർത്ത് ഓഫ് പാട്രിയറ്റ് മിസൈൽ ഇന്റർസെപ്റ്റർ ഇൻ ജസ്റ്റ് 5 days ഓഫ് വാർ വിത്ത് ഇറാൻ. ഇറാനോടൊപ്പം നടന്ന 5 ദിവസത്തെ യുദ്ധത്തിനിടയിൽ തന്നെ ഏകദേശം $2.4 ബില്യൺ ഇന്റർസെപ്റ്റർ പാട്രിയറ്റ് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് മാത്രം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഈ ചർച്ചകൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ ഗൗരവത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കണക്കുകളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പാട്രിയറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മിസൈലിന് ഏകദേശം $3 മില്യൺ വരെ ചെലവ് വരുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. മാത്രമല്ല ഇത് പുറത്തേക്ക് അമേരിക്ക വിൽക്കുന്നത് പല വേരിയന്റുകൾക്കും $6 മില്യൺ വരെ വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള വലിയ രൂപത്തിലുള്ള നഷ്ടമാണ് അമേരിക്ക ഇറാനെതിരെ നടത്തിയ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിനിടെ അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്.